വേർതിരിച്ചെടുക്കാനാകും. കർഷകരെ ഇല്ലായ്മ ചെയ്യാനെത്തിയ JRനെ പറ്റി ഇന്നു മുതൽ നമ്മളൊരു അന്വേഷണം തുടങ്ങുകയാണ്. ഓപ്പറേഷൻ JR. JRനെ പറ്റിയുള്ള കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. ഏതോ ഒരു ഇൻഫ്ലുവൻസർ ആണ്. ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവർ പലതും വിളിച്ചു പറയും. ശ്രദ്ധിക്കാതെ വിടാം. പക്ഷേ നോ സ്വാമി, ശ്രദ്ധിക്കണം. സ്വാമി ആ വീഡിയോയിലെ വാചകങ്ങൾ കേട്ടല്ലോ. സൂക്ഷ്മമായി മടക്കിയും മുതുക്കിയുമുള്ള വാക്കുകൾ. എന്നും എന്നും മനുഷ്യനെ തൊട്ടാൽ പൊള്ളുന്ന കൃഷിഭൂമിയെക്കുറിച്ച് കൃത്യമായ വിശദീകരണം, വിശകലനം. ദാറ്റ് മീൻസ് ശ്രദ്ധ നേടുക എന്നതിനപ്പുറം ഈ ആങ്കറിനൊരു ലക്ഷ്യമുണ്ട്. ഒരുപക്ഷെ നമുക്കത് അപകടം ചെയ്യുന്ന കാര്യമാണ്. സർ, എന്താ ചെയ്യേണ്ടത്? ഇയാളെ ഫോളോ ചെയ്യണം. തൽക്കാലം വേണ്ട. അനന്തന്റെ ഉദ്ദേശം അയാൾ ആദ്യം വെളിവാക്കട്ടെ. അതുവരെ നമുക്ക് കാത്തിരിക്കാം സ്വാമി. എന്ത് ഭീഷണിയുടെ പേരിലായാലും രഘുവേട്ടൻ ഇങ്ങനൊരു വേഷം കെട്ടി അവന് വേണ്ടി സംസാരിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു വലിയ ആൾക്കൂട്ടം ഉണ്ടായാൽ അവിടെ രഘുവേട്ടന്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തിയാ ഞാൻ. അവൻ അടിച്ചേൽപ്പിക്കുന്ന ജോലിയൊന്നും നമുക്ക് വേണ്ട രഘുവേട്ട. രഘുവേട്ടൻ അതവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കും. രഘുവേട്ട, നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ ഒരു പിടി അരി മതി നമുക്ക്. രഘുവേട്ടൻ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കും പ്ലീസ്. എടി, ഞാൻ എന്ത് സംസാരിക്കണമെന്നാ നീ പറയുന്നത്? എന്റെ മകന്റെ കമ്പനി ഞാൻ ജോലിക്ക് പോകുന്നതില് എന്തോ വലിയ അപരാധമാണെന്ന് നിങ്ങളൊക്കെ കൂടെ കണക്കാക്കുന്നു. ഞാനെന്താ അത് സമ്മതിച്ചു തരണോ? എനിക്കതിൽ ബുദ്ധിമുട്ടുണ്ട്. അല്ല, അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ രഘുവേട്ടൻ മറന്നു കളഞ്ഞോ? നിത്യയുടെ അച്ഛനെ കൊന്നത്, നിത്യയെ കൊല്ലാൻ ശ്രമിച്ചത്, എനിക്ക് നേരെ കത്തിയെടുത്തത്, ഇതൊക്കെ രഘുവേട്ടൻ നേരിട്ട് കണ്ടതല്ലേ? ഒരിക്കൽ ഒരു കൊടുങ്കാറ്റ് അടിച്ചു പോയാൽ പിന്നെ അതിങ്ങനെ തുടർന്ന് അടിച്ചുകൊണ്ടേ ഇരിക്കണമെന്നുണ്ടോ? മക്കൾക്ക് തിരുത്താൻ വേണ്ടി അച്ഛനമ്മമാരെ അവസരം കൊടുക്കാറില്ലേ? ഞാൻ അതുപോലൊരു അവസരം അവനങ്ങ് കൊടുത്തു. അതിനെന്തൊരു കുഴപ്പം? ഇങ്ങനെ ചോദിക്കുമ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനും രഘുവേട്ടനും പങ്കിട്ട കുറെ വേദനകളുണ്ട്. ആ വേദനകളെല്ലാം അറിയുന്ന രഘുവേട്ടന് എന്നോടിപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നത്. രഘുവേട്ട, ഇതെന്റെ അപേക്ഷയാ. രഘുവേട്ടൻ ആരെയും വെറുപ്പിക്കരുത്. രഘുവേട്ടനെ സ്നേഹിക്കുന്നവരെ ചതിക്കരുത്. അവന്റെ അടുത്തേക്ക് ഇനി പോകരുത് പ്ലീസ് രഘുവേട്ട. സോറി. ഇനി ആരും എന്റെ ജീവിതത്തിൽ എന്നെ ഇങ്ങനെ ഉപദേശിക്കണ്ട. അഥവാ ആരെങ്കിലും ഉപദേശിച്ചാലും അത് ചെവിക്കൊള്ളാൻ എനിക്ക് താല്പര്യമില്ല. JR എന്ന എന്റെ മകനെ കുറിച്ച് ആവശ്യമില്ലാത്ത ചർച്ചകൾ പോലും ഈ വീട്ടിലുണ്ടാവുന്ന എനിക്ക് ഇഷ്ടമല്ല. അയാളൊരു വലിയ ബിസിനസ് മാനാ. ആ റെസ്പെക്റ്റിൽ വേണം അയാളോട് സംസാരിക്കാൻ. ഇനി നമുക്ക് കുറച്ച് ആദർശം ഉണ്ടെന്ന് തോന്നിയ ചുറ്റുമുള്ളവര് അതങ്ങ് ആഘോഷിക്കും. അവരെല്ലാം കൂടി നമ്മളെ വല്ലാണ്ട് അങ്ങ് പ്രോത്സാഹിപ്പിച്ചു കളയും. ഈ ചാവാലി കൂട്ടങ്ങളുടെ ആരാധന കിട്ടുന്നത് വലിയ കാര്യമൊന്നുമല്ല. ജീവിതം ആസ്വദിക്കണം, ഭംഗിയായിട്ട് ആസ്വദിക്കണം. അതാണ് വേണ്ടത്. സാർ, ഇനി വൈകുന്നേരത്തെ പാർട്ടിക്ക് ആരെങ്കിലും പ്രത്യേകിച്ച്? നോ, അധികം ആളെ കൂട്ടണ്ടെന്ന് ഞാൻ സ്വാമിയോട് പറഞ്ഞതല്ലേ. സാർ, എന്നാലും ചിലരൊക്കെ അറിഞ്ഞിട്ടുണ്ട്, വിളിയും തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാരണം ആരാ? സ്വാമിയാ. സ്വാമി തന്നെ പരമാവധി ആളുകളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നെ സാർ ഒരു സന്തോഷം കൊണ്ട്. ആരായത്? ഉത്തരയോ? ഞാൻ തന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അത് കയ്യിലിരിക്കട്ടെ. ഒരാള് മറന്നുപോയിന്ന് പൂർണ്ണമായിട്ട് ഉറപ്പു വന്നാല് ആദ്യം പറയുന്ന കാര്യം ഇതാ, അല്ലേ സ്വാമി?
ഉത്തരേ സാർ അങ്ങനെ മറക്കാനൊന്നും സാധ്യതയില്ല. താനിരിക്കെ. അല്ല, അച്ഛനെവിടെ? മിസ്റ്റർ രഘു. അച്ഛൻ വീട്ടിലാണോ? അവിടെ നിന്ന് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. മനസ്സിലായി. ജെആറിന്റെ പ്രതികാരത്തിൽ പുതിയൊരു അധ്യായം അല്ലേ? ഒരു കാര്യം ചിന്തിച്ചാ അത് നേടിയിട്ടേ അടങ്ങൂന്നുള്ള ജെആറിന്റെ ഈ വാശിയുണ്ടല്ലോ, അത് നിസ്സാര കാര്യമൊന്നുമല്ല. എന്നിട്ടെങ്ങനെ പ്രോഗ്രാം? ഫ്രണ്ട്സൊക്കെ ഒരുപാട് വരുന്നുണ്ടോ? കുറച്ചു പേരുണ്ടാവും. പക്ഷെ അതിലെ പ്രധാന സ്ഥാനം തനിക്കാട്ടോ. ഞാൻ വരില്ല. അതെന്താ? നേരത്തെ വിളിച്ചില്ല, പറഞ്ഞില്ല. അതുകൊണ്ടൊന്നല്ല കേട്ടോ. എനിക്കൊരു യാത്രയുണ്ട്. ഓ, ഓൾറെഡി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ശോ, അത് കഷ്ടമായി പോയല്ലോ. എന്ത് കഷ്ടം? ഒരു കഷ്ടവും മിനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ഇത്തവണത്തെ ബർത്ത്ഡേ ഞാനിങ്ങ് ക്ഷമിച്ചു. പക്ഷെ അടുത്ത തവണത്തെ ബർത്ത്ഡേ എവിടെ വെച്ച് എങ്ങനെയാന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. എഗ്രി? യെസ്. താൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം, താൻ ഇഷ്ടപ്പെടുന്ന സൗകര്യങ്ങൾ, താൻ ഡിസൈൻ ചെയ്ത ആഘോഷങ്ങൾ, അതായിരിക്കും നെക്സ്റ്റ് ബർത്ത്ഡേ. താങ്ക് യു. എനിവേ, പാർട്ടിയിൽ ഞാൻ മനസ്സുകൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ജീവൻ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. എല്ലാം കീഴടക്കാൻ തനിക്ക് പറ്റും.